ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഈ 3 പേരും മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയത്. അപ്പോ ഇവര് തോറ്റതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ എല്ലാവരുടെ പേജിലും എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പോ ഇവരുടെ 3 പേരുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അദീന ഭാരതിയുടെ വീഡിയോ ആണ്. അദീന ഭാരതിയുടെ ഉള്ളിൽ നല്ല സങ്കടമുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ശ്രീ ചെറായി എന്ന് പറയുന്ന ശ്രീജിത്തിന്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ ചെറായി വിചാരിച്ചു ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജയിപ്പിച്ച് കളയും ജനങ്ങളെന്ന് 8 നിലയിൽ തോപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറായും ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മുടെ സ്വന്തം ലസിത പാലക്ക് തോറ്റതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗവും നമുക്ക് ഇന്ന് കാണാനുണ്ട്. ഇത്രയൊക്കെ വീഡിയോ ഇന്ന് കാണാനുണ്ട്. അപ്പോൾ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നും പറഞ്ഞു നിട്ടുന്നില്ല, കണ്ടു തുടങ്ങാം. ആദ്യം തന്നെ അദീന ഭാരതിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം. നമസ്കാരം. എങ്ങനെ സാധിക്കുന്നു അല്ലേ, ഇലക്ഷനിൽ നിന്ന് തോറ്റതിന് ശേഷവും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമസ്കാരം ഒക്കെ പറയാ. നമസ്കാരം പറഞ്ഞോ. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. അത് ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ്. നിങ്ങളെ പോലെയുള്ള സംഘിണിമാരെയൊക്കെ ജനങ്ങൾ മനസ്സറിഞ്ഞ് തോൽപ്പിച്ചതും ഞങ്ങൾക്കറിയാം. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ എന്നോട് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരേ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടെ കൂടി മാത്രമാണ് അവിടെ മത്സരിച്ചതെന്നാണ് പറയുന്നത്. പിന്നെന്തിനെ ഫേസ്ബുക്കിൽ കിടന്ന് വിളയാടിയത് അല്ലേ? ഇവളുടെ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവൾ മത്സരിച്ചിട്ടുള്ളതെന്ന്. പക്ഷേ ഇവളെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തിൽ പൂജ്യമായിട്ട് കിടക്കുന്ന ബിജെപിയുടെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ മത്സരിച്ചതെന്നാണ്. ഇത് ബുദ്ധിയുള്ള ആൾക്കാരാണ് കേൾക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും പറയാൻ തോന്നില്ല. തോറ്റ് കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം. അല്ലാതെ തോറ്റപ്പോൾ ബിജെപിയുടെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി മാത്രമാണ് മത്സരിച്ചത് എന്നൊക്കെ പറയുന്നത് മോശപ്പെട്ട പരിപാടിയാണ്. തോറ്റു, അതായത് വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടി മത്സരിച്ചതൊന്നല്ല, ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ മത്സരിച്ചതാണ്. പക്ഷെ ജനങ്ങൾക്ക് തോന്നി ഇതേപോലുള്ള വിഷപ്പാമ്പുകളെയൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മതേതരം ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ തോൽപ്പിച്ചത്. അല്ലാതെ വോട്ട് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട് മത്സരിപ്പിക്കാൻ നിങ്ങളെ പോലുള്ള ആളുകളെയൊന്നും ബിജെപിക്കാർ തയ്യാറാക്കില്ല. ജയിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ മത്സരിപ്പിച്ചത്. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി മനസ്സിൽ നിറയെ വർഗീയതല്ലേ, അതുകൊണ്ട് തന്നെയാണ് തോൽപ്പിച്ചത്. മനസ്സിലായോ? കഴിഞ്ഞ തവണ ഈ ഡിവിഷനിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച 4000-ഓളം വോട്ടിനെ 6000-ഓളം വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അഭിമാനിക്കണം. തമാശ പറയുന്നില്ല. 4000 വോട്ട് മാത്രം കിട്ടിയ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് 6000 വോട്ടായിട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിമാനിക്കുക തന്നെ ചെയ്യണം. പക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ പണി പാളിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ 45000 വോട്ടോളം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കുറവാണ്. ഇത് ഞാൻ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞതല്ല. നമ്മുടെ ബ്രിട്ടാസ് എംപി ലോക്സഭയിൽ പോയിട്ട് പച്ചക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണിത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ബ്രിട്ടാസിനെ പോലുള്ള ഒരാൾ ഒന്നും അന്വേഷിക്കാതെ പറയില്ലെന്നറിയാലോ. ഒന്ന് കേട്ടോക്ക്. കഴിഞ്ഞ ലോക്സഭയെ അപേക്ഷിച്ച് 47,000 വോട്ടിന്റെ കുറവാണ് ബിജെപിക്ക് ഉണ്ടായത്. കേട്ടല്ലോ, സത്യം തന്നെയാണ്. വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവളുടെ വാർഡിൽ നിന്ന് ഇവർക്ക് 2000 വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാർഡിലുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വർഗീയവാദികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതാണ് 4000-ൽ നിന്ന് 6000-ലോട്ട് പോയത്. മനസ്സിലാക്കണേ. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചോദിക്കപ്പെടുന്നത് ബിജെപി എത്ര വോട്ടിന് ജയിക്കും, എത്ര വോട്ടിന് തോൽക്കും എന്നൊക്കെയാണ്. അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? ബിജെപിയെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിൽ 90% ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ മാധ്യമങ്ങളൊക്കെ അവരോട് തോറ്റോ അവർ ജയിച്ചോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. മനസ്സിലാക്കണേ അതിനെ. വളരെ നെഗറ്റീവായ ഒരു വാർത്തയാണെങ്കിൽ കൂടി എന്നെ ഇന്ന് അത്രയധികം സന്തോഷിപ്പിച്ച ഒരു വാർത്തയായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന ഈ വാർത്ത. അത്രമാത്രം സന്തോഷിക്കാൻ ആ വാർത്തയിൽ എന്താണുള്ളത്? അതിനെ ഭാരതി തോറ്റു എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷമായിട്ടാണോ തോന്നുന്നത്? ചിന്തിക്കാനുള്ള കഴിവില്ലാതായിപ്പോയോ? ഒരാളെ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തോൽവി തന്നെയാണ് അതിന്റെ അർത്ഥം. ജയിച്ചു എന്നല്ല അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, തോറ്റു എന്നാണ്. മനസ്സിലാക്ക്. ബിജെപിയിലൂടെ കഞ്ഞി അംഗം കുറിക്കുന്ന സ്ഥാനാർത്ഥികളുടെ തോൽവി പോലും ഇത്രയധികം വാർത്തയാക്കി കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ബിജെപിയുടെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. ആര് പറഞ്ഞ ബിജെപിയുടെ വളർച്ചയുടെ ഭാഗമാണെന്ന്? ബിജെപിയുടെ വളർച്ചയുടെ ഭാഗമായിട്ടൊന്നല്ല നിങ്ങൾ തോറ്റു എന്നും മാധ്യമങ്ങളിലൊക്കെ വന്നത്. നിങ്ങൾ തുപ്പിയ പച്ച വർഗീയതയും അതേപോലെ തന്നെ മനസ്സിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കണ്ടുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്കുണ്ടാകും. അപ്പോൾ ആ ആകാംക്ഷ ഇല്ലാതെയാക്കണമല്ലോ. അതിനാണ് മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ തോറ്റു എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചത്. അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. ഇത്രമാത്രം നീചമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ വാർഡിലുള്ള ആളുകൾ എല്ലാവരെയും കുറ്റം പറയുമല്ലോ. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ തോറ്റു എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചത്. മനസ്സിലാക്കട്ടാ. നിങ്ങൾ തോക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ നിങ്ങളെ പോലുള്ള നീചമായിട്ടുള്ള മനസ്സിലുള്ള ആളുകളൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ആ വാർഡിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ബാക്കി പറ. കേരളത്തിൽ ഇത്തവണ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച CPIM-കാരുടെ എണ്ണം 14,000-ലധികവും കോൺഗ്രസുകാരുടെ എണ്ണം 17,000-ലധികവും എന്നാൽ ബിജെപിയുടെ എണ്ണം 19,000-ലധികവുമാണ്. എന്തിന് വെറുതെ 19,000 പേരെയൊക്കെ മത്സരിപ്പിച്ചത്? 19,000 പേരെ മത്സരിപ്പിച്ചിട്ട് ജയിച്ചത് 19-1. അത് 1,100 പേരായിട്ടാണ് ജയിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ തോറ്റ പാർട്ടി എന്ന് ഉള്ള ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും 19,000 പേരെ ഒക്കെ ഒരുമിച്ച് മത്സരിപ്പിച്ചത്. ഞങ്ങളിൽ എത്ര പേർ ജയിച്ചാലും എത്ര പേർ തോറ്റാലും ഞങ്ങളുടെ വോട്ടുകളുടെ എണ്ണം താഴോട്ടല്ല മുകളിലേക്ക്. ആരെ പൊട്ടത്തരം പറഞ്ഞു തന്നത്? നിങ്ങളുടെ വോട്ടിന്റെ എണ്ണം മുകളിലോട്ടാണ് കയറിപ്പോയതെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ 47,000 വോട്ട് കുറവാണ്. എന്നിട്ടും ഇതേപോലെയൊക്കെ പച്ചക്ക് വന്ന് തുപ്പാൻ കാണിച്ച നിങ്ങളുടെ മനസ്സുണ്ടല്ലോ. നമ്മുടെ അദീന ഭാരതി അങ്ങോട്ട് മാറിക്കട്ടെ. വീഡിയോ ലെങ്തി ആയിപ്പോ അല്ലേ? എന്തായാലും നമുക്ക് ചെറായിനെ വിളിച്ചിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. കണ്ടു തുടങ്ങാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
നമ്മൾ വളരെ വിജയപ്രതീക്ഷയോട് തന്നെയാണ് പള്ളിപ്പുറം പഞ്ചായത്തിലെ 8ാം വാർഡിൽ മത്സരിച്ചത്. പക്ഷേ ജനങ്ങൾ തോപ്പിച്ചു കളഞ്ഞല്ലേ ചെറായി. ജനങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും. നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഫേസ്ബുക്കിൽ പല സമയത്തും പൊട്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പൊട്ടത്തരം കണ്ട ആളുകൾ നിങ്ങൾ വാർഡിലും ഉണ്ടാവും. അവരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വോട്ട് ചെയ്തിട്ടുണ്ടല്ല. അതുകൊണ്ടാണ് തോറ്റത്. അല്ലാതെ ജനങ്ങൾക്ക് വിവരമില്ലായിട്ടല്ല. മനസ്സിലാക്കട്ടാ. എങ്കിലും ജനങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ 8ാം വാർഡിൽ മത്സരിച്ചത്. എന്തിനു വെറുതെ പ്രതീക്ഷിക്കാനൊക്കെ പോകുന്നത്? നിങ്ങൾ ജയിക്കുന്ന വാർഡായിട്ടാണോ അത്? അല്ലാലോ, ജയിക്കാത്ത വാർഡിൽ നിന്ന് ജയിപ്പിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെറും വിശ്വാസമായിട്ട് തന്നെ അവിടെ നിൽക്കും. അതുകൊണ്ടല്ലേ തോറ്റപ്പോൾ ഇത്രയും സങ്കടത്തോടെയൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നിയത്. ഇങ്ങനെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് എനിക്ക്. 2ാം സ്ഥാനത്തിനൊന്നും ഇലക്ഷനിൽ പ്രസക്തി ഇല്ലെന്നറിയാം. നിങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ശ്രീ ചെറായി മത്സരിച്ച വാർഡിൽ ചെറായി 2ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്താണ് ചെറായി മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. തമാശ പറഞ്ഞല്ല. 2ാം സ്ഥാനത്തിന് അവാർഡ് വെക്കണം. അത് ചെറായിക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എങ്കിലും കേവലം 65 വോട്ടിന് പരാജയപ്പെട്ടു. 65 വോട്ടിനല്ല, 1 വോട്ടിന് പരാജയപ്പെട്ടാൽ പോലും പരാജയമാണ്. അതിനെ അംഗീകരിക്കാൻ പഠിക്കണം അല്ലേ? 65 വോട്ടിനാവില്ല തോറ്റത്. അപ്പൊ ചെറായി നിന്നതിനെ കൊണ്ട് ആ വാർഡിൽ BJPക്ക് കുറച്ചുകൂടി സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. 467 വോട്ട് വാർഡിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചു. അപ്പൊ ആ വാർഡിൽ 467 വർഗീയവാദികളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മതേതരം കാതു സൂക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ പോലും BJPക്ക് വോട്ട് കുത്തില്ല. അപ്പൊ 467 വർഗീയവാദികളുണ്ട് ആ വാർഡിൽ. ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ വാർഡിലുള്ള ആളുകളൊക്കെ നമുക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചു. എങ്കിൽ പോലും അത് വിജയം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയം തന്നെയാണ് പ്രധാനം. ചെറായിക്ക് നല്ല സങ്കടം ഉണ്ടടാ. തമാശ പറഞ്ഞില്ല. മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പോട്ടെ ചെറായി, നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ജയിക്കാം. വർഗീയവാദികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. തമാശ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത അടുത്ത പ്രാവശ്യം വളരെ കൂടുതലാണ്. ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഇനിയും ഈ വാർഡിനും വേണ്ടി നമ്മുടെ നാടിനും വേണ്ടിയൊക്കെ മുൻപന്തിയിലുണ്ടാകും. പരാജയം വന്നിട്ട് വഴിമാറി പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ചെറായി, പരാജയത്തിൽ നിന്ന് പഠിച്ച് വർഗീയത തുപ്പുന്നതിനെ കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും പരാജയപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് പരാജയത്തിൽ നിന്ന് പഠിക്കുക. ഇവിടെ വർഗീയത തുപ്പിക്കഴിഞ്ഞാൽ ജനങ്ങൾ കടക്ക് പുറത്തെന്ന് പറയുന്നുള്ള ഒരു ബോധം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിൽ തുപ്പുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരം വന്ന് തുപ്പാതിരിക്കുക. അത് കാണുന്നത് നിങ്ങളുടെ വാർഡിലുള്ള ആളുകൾ കൂടിയാണെന്നുള്ളൊരു ബോധവും മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ജയിക്കുമെന്ന് പറയുന്നില്ല, ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. പൊട്ടത്തരമൊക്കെ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയിച്ചേക്കാം. മനസ്സിലാക്ക്. നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എല്ലാം നിലവിൽ എങ്ങനെ ഉണ്ടായോ അതുപോലെ പ്രവർത്തിക്കാനുണ്ടാകും. അപ്പൊ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ നമ്മുടെ ചെറായി തോറ്റ വിഷമം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വിഷമം അങ്ങ് തീർത്ത്. ഇതായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി. തോക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ചെറായിക്ക് പണ്ടേ ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അതൊക്കെ വെറുതെയാണ്. ചെറായിക്ക് തന്നെ ഉറപ്പായിരിക്കും BJPയുടെ ചിഹ്നത്തിൽ നിന്ന് മറ്റുള്ള പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലോട്ട് പിടിച്ചു കയറാൻ കുറച്ച് കഷ്ടപ്പാട് തന്നെ. എന്നാൽ ചെറായി അങ്ങോട്ട് മാറിക്കട്ടെ. നമുക്ക് നമ്മുടെ ലസിത പാലക്കൽ അമ്മച്ചിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം. ടൈം പോയി തോന്നുന്നു, ഈടായി തുടങ്ങി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം. പ്ലേ ചെയ്യാം. ഈ ഒരു മാസമായില്ലേ നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? ലസിത പാലക്കൽ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ തെറി വിളിക്കുന്നു? അമ്മച്ചി ചിന്തിച്ച് നോക്ക്. തമാശ പറഞ്ഞല്ല. നിങ്ങളുടെ മനസ്സിലുള്ള വർഗീയത കൊണ്ടാണ് ജനങ്ങൾ ലസിത പാലക്കൽ തോറ്റോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച തെറി വിളിക്കുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നല്ല. മനസ്സിലുള്ള വർഗീയത കൊണ്ടാണ്. വർഗീയതയുള്ള ആളുകളെ മലയാളികൾ പണ്ടേ അടുപ്പിച്ചിട്ടില്ല. അപ്പൊ പച്ചക്ക് വർഗീയത തുപ്പുന്ന ഒരാള് ഇലക്ഷനിൽ നിന്ന് അവിടെ ജയിച്ചോ എന്ന് അറിയാനുള്ളൊരു ഉത്സാഹം ഉണ്ടായില്ലേ? അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ നിങ്ങളെ തെറി വിളിച്ചുകൊണ്ട് ജയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടായിരിക്കില്ല ചോദിക്കുന്നത്. തോക്കുന്ന ഉറപ്പാണ്. നിങ്ങളുടെ വായിന്ന് തന്നെ തോറ്റു എന്ന് അറിയുന്നത് കേൾക്കാനുള്ള ഒരു ടെൻഡൻസി കൊണ്ടായിരിക്കണം ജനങ്ങളൊക്കെ ചോദിക്കുന്നത്. മനസ്സിലാക്കണേ. എനിക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? 210 വോട്ട് കിട്ടിയിട്ടുണ്ട്. പച്ച കള്ളത്തരം. വെറും 23 വോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതെന്താ നാളെ ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചല്ലേ? 23 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. 210 വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. തേങ്ങ കിട്ടിയിട്ടുണ്ട്. മുട്ടയൊക്കെ പൊട്ടയം ചെയ്തിട്ട് എന്നിട്ട് അതിന് ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ്. 210 വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 23 വോട്ട് അത് മതി. അവിടെ അതൊരു അന്തസ് തന്നെയാ. എനിക്ക് അഭിമാനമാണ്. എന്താ അഭിമാനമായിട്ട് തോന്നുന്നത്? ഇലക്ഷനിൽ നിന്ന് മുട്ടൊക്കെ പൊട്ടിയതോ? അതാണ് അഭിമാനമായിട്ട് തോന്നുന്നത്. നമ്മൾ ജയിക്കുന്ന സിറ്റിംഗ് വാർഡിൽ BJPക്ക് വേണ്ടിയിട്ട് മത്സരിച്ച് ജയിക്കുന്നല്ല വേണ്ടത്. CPMന്റെ കോട്ടയിൽ പോയിട്ട് 8 നിലയിൽ പൊട്ടുന്നതാണല്ലോ വേണ്ടത്. CPMന്റെ കോട്ടയിൽ പോയിട്ട് 8 നിലയിൽ പൊട്ടുന്നതാണ് വേണ്ടത്. അമ്മച്ചി, അവിടുന്ന് ജയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങൾ മത്സരം പ്രഖ്യാപിച്ച, അതായത് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ജയിച്ച സ്ഥാനാർത്ഥി തോറ്റ സ്ഥാനാർത്ഥി എന്നൊക്കെ ഉണ്ടോ സുഹൃത്തുക്കളെ? തീർച്ചയായിട്ടും ജയിച്ച സ്ഥാനാർത്ഥി തോറ്റ സ്ഥാനാർത്ഥി എന്നൊക്കെ ഉണ്ട്. തോറ്റ സ്ഥാനാർത്ഥിക്ക് വീട്ടിലിരിക്കാം, ജയിച്ച സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കാം. അതാണ് തോറ്റതും ജയിച്ചതിനുള്ള പ്രത്യേകത. അല്ലാണ്ട് ഇല്ല എന്നൊന്നും പറയേണ്ട അമ്മച്ചി. തോറ്റ വിഷമം മുഖത്ത് കാണാനുണ്ട്. അപ്പൊ ഇതിൽ നല്ല വീട്ടിൽ നമുക്ക് വീണ്ടും കാണാൻ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടി. ബൈ. നാളെ കാണാം. ബൈ.